ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് എന്ന മധ്യപ്രദേശ് സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാഴ്ച മുൻപാണ് ഇരുവരും കോമ്പയാറിൽ ജോലിക്കെത്തിയത്. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, എങ്ങനെയാണ് സംഭവം? ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന രാജേഷ് ആണോ സരസ്വതിയെ കൊലപ്പെടുത്തിയത്? കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജേഷും സരസ്വതിയും ഒരാഴ്ച മുമ്പാണ് കോമ്പയാറിൽ ഈ കൃഷിസ്ഥലത്ത് ജോലിക്കെത്തിയത്. 2 ദിവസമായി ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ഈ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഈ കൃഷിയിടത്തോട് ഏലത്തോട്ടത്തോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിച്ചത്. കുറേ അതിഥി തൊഴിലാളികളും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവർ മദ്യപിക്കുകയും പരസ്പരം വാക്കേറ്റമുണ്ടാകുകയും അതിക്രൂരമായി സരസ്വതിയെ മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങൾ രാജേഷ് തന്നെ മൊബൈലിൽ പകർത്തിയതിൻ്റെ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തു. അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയിലടക്കം കയറി നിന്ന് ചവിട്ടുകയും അതുപോലെ തന്നെ കമ്പി കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യത്തെ ബഹളം ഉണ്ടായപ്പോൾ തന്നെ ആ തോട്ടത്തിൻ്റെ സൂപ്പർവൈസർ എത്തി രണ്ടുപേരോടും ഈ വീട്ടിൽ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടതാണ്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ മറ്റു കൂടെ ഉണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ ഈ മദ്യലഹരി വിട്ടതിന് ശേഷം ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്ന ഉറപ്പിന്മേലാണ് പോലീസ് തിരിച്ചുപോയത്. എന്നാൽ ഇന്ന് രാവിലെ ഈ സരസ്വതി കൊല്ലപ്പെട്ട നിലയിൽ ഈ വീട്ടിൽ കാണപ്പെടുകയായിരുന്നു. ഏതായാലും പോലീസ് ഈ രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മൊബൈൽ, ഈ ദൃശ്യങ്ങൾ ഇയാൾ തന്നെ പകർത്തിയ, ഈ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈലും പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസ് ഏതായാലും മേൽ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. മറ്റു പരിശോധനകളും തുടരുകയാണ്. കാവ്യ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കോമ്പയാറിലാണ് മധ്യപ്രദേശ് സ്വദേശിയായ സരസ്വതി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് എന്നയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.